യൗപ്രാസ്യമ്മ തന്റെ ആത്മസ്ഥിതിയെക്കുറിച്ച് പിതാവിന്റെ നിർദ്ദേശപ്രകാരം എഴുതിയ 80ഓളം കത്തുകൾ ലിഖിതങ്ങൾ എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ വന്ധ്യകന്യകയുടെ സുഹൃത സമ്പന്നമായ ജീവിതത്തെക്കുറിച്ച് നമുക്ക് അറിവ് കിട്ടുന്നത് ആ കത്തുകളിൽ നിന്നാണ്. യൗപ്രാസ്യമ്മയുടെ ജീവിതശൈലി നിറയെ ലാളിത്യവും തപസ്സുമായിരുന്നു. കുരിശിലേക്കുള്ള വിളിയും വിധിയുമായിരുന്നു. തമ്പുരാനിലേക്കുള്ള ഉയർച്ചയും വളർച്ചയുമായിരുന്നു. 1904 മുതൽ 1913 വരെ നവസന്യാസികളുടെ മേൽനോട്ടക്കാരിയായിരുന്നു യൗപ്രാസ്യമ്മ. 1913 മുതൽ 3 വർഷം ഒല്ലൂർ മഠത്തിന്റെ മഠാധിപ എന്ന ഉത്തരവാദിത്വവും ഏറ്റെടുക്കേണ്ടി വന്നു. അത് വലിയ ഭാരമായി കരുതിയ അവൾ ഈശോയുടെ തിരുഹൃദയത്തിൽ ആശ്രയം തേടി. മഠത്തിന്റെ കേന്ദ്രസ്ഥാനത്ത് തിരുഹൃദയ രൂപം പ്രതിഷ്ഠിച്ചു. എല്ലാ ഭാരങ്ങളും തിരുഹൃദയനാഥനെ ഏൽപ്പിച്ച് രാവിലെയും രാത്രിയിലും പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ സ്നേഹം എല്ലാവർക്കും പകർന്നു കൊടുത്തു. യൗപ്രാസ്യമ്മ അമലോദ്ഭവ മാതാവിന്റെ അരുമപുത്രിയായിരുന്നു. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ പഠിപ്പിച്ചു കൊടുത്ത സുഹൃതജപം ദൈവജനനിയായ അമലോദ്ഭവ കന്യാസ്ത്രീ മറിയത്തെ ത്രിലോകരാജ്ഞിയായി വാഴ്ത്തി സ്തുതിക്കുന്നു എന്നത് ഇടവിടാതെ അമ്മ ഉരുവിടുമായിരുന്നു. സദാസമയവും പള്ളിയിലിരുന്ന് ധ്യാനപൂർവ്വം ജപമാല ചൊല്ലിയിരുന്ന യൗപ്രാസ്യമ്മ മറിയത്തോടൊപ്പം യേശുവിന്റെ തിരുമുഖം ധ്യാനിച്ച് ദിവ്യനാഥനുമായി ഹൃദയൈക്യത്തിൽ എത്തിച്ചേർന്നു. നിരന്തരം പ്രാർത്ഥിക്കുക എന്ന തിരുവചനം യൗപ്രാസ്യമ്മ തന്റെ ജീവിതത്തിൽ സാർത്ഥകമാക്കി. 153 മണി ജപമാല പിടിച്ച് ദേവാലയത്തിലും കന്യാലയത്തിലും സദാ അവൾ പ്രാർത്ഥനാ നിമഗ്നയായി. യൗപ്രാസ്യമ്മ തന്റെ ആത്മപിതാവായ മേനാച്ചേരി മെത്രാൻ എഴുതിയ 53ാമത്തെ കത്തിൽ പലപ്പോഴും പരിശുദ്ധ അമ്മ തന്നെ വന്ന് അവളോട് കൂടെ ജപമാല ചൊല്ലാറുണ്ടായിരുന്നുവെന്ന് നാം വായിക്കുന്നു. ശുദ്ധീകരണാത്മാക്കൾ അനുദിനമെന്നോണം അമ്മയെ സന്ദർശിക്കുകയും പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നുവെന്ന് കത്തുകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ക്രൂശിതൻ യേശുവിനോട് യൗപ്രാസ്യമ്മയ്ക്ക് പ്രത്യേകമായ ഒരു ആത്മബന്ധമുണ്ടായിരുന്നു. യൗപ്രാസ്യമ്മ ഒല്ലൂർ മഠത്തിൽ ജീവിച്ചിരുന്ന മുറിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ കാണുന്ന പ്രായച്ചിത്ത കരുക്കൾ ഈ സഹനദാസിയുടെ പ്രിയമുള്ള ആഭരണങ്ങളായിരുന്നു. ചമ്മട്ടിയടിക്കാനും മുള്ളറിഞ്ഞാണം ധരിക്കാനും ഒക്കെ ആ തപസ്വിനി അത്യന്തം ജാഗ്രത പാലിച്ചിരുന്നു. ഭക്ഷണം, വിശേഷ വസ്ത്രം ഇവയോടൊന്നും യാതൊരു പ്രതിപത്തിയും പുലർത്തിയിരുന്നില്ല. ആത്മനിയന്ത്രണം പാലിക്കാനെന്നോണം രുചിയുള്ള ആഹാരം സദാ ത്യജിച്ചിരുന്നു. വല്ലപ്പോഴും കഴിക്കുന്നെങ്കിൽ തന്നെ അതിന്റെ സ്വാദ് നഷ്ടപ്പെടുത്താൻ അനുവാദത്തോടെ മക്കിപ്പൊടി ചേർക്കുമായിരുന്നുവെന്ന് കൂടെ ജീവിച്ചിട്ടുള്ള സഹോദരിമാർ സ്മരിക്കുന്നു. കരിങ്കല്ലിൽ മുട്ടുകുത്തി കൈകൾ വിരിച്ചു പിടിച്ച് ദീർഘനേരം പ്രാർത്ഥിക്കുമായിരുന്നു. സാധുക്കൾ, വേലക്കാർ, ക്ഷീണിതർ, രോഗികൾ എന്നിവരോട് അതിശയകരമായ അനുകമ്പയും വാത്സല്യവുമാണ് യൗപ്രാസ്യമ്മ പ്രദർശിപ്പിച്ചിരുന്നത്. യൗപ്രാസ്യമ്മ തനിക്ക് എന്തെങ്കിലും കുഞ്ഞു ഉപകാരം ചെയ്തിരുന്നവരോടെല്ലാം നിറഞ്ഞ പുഞ്ചിരിയോടെ പറയുമായിരുന്നു, മരിച്ചാലും മറക്കില്ലാട്ടോ. 1952 ഓഗസ്റ്റ് 29-ാം തീയതി 75 വർഷം നീണ്ടുനിന്ന ആ ധന്യ ജീവിതത്തിന് തിരശീല വീണു. പ്രാർത്ഥിക്കാനും അനുഗ്രഹങ്ങൾ പ്രാപിക്കാനുമായി നിരവധി ആളുകൾ കബറിടം സന്ദർശിക്കുന്നത് പതിവായി തീർന്നു.